നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ റിമാൻഡ്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ MBBS ഹോസ്റ്റലിൽ മുകളിൽ നിന്ന് ചാടി 1ാം വർഷ MBBS വിദ്യാർത്ഥിനി മരിച്ചു. കയ്പമംഗലം 12 ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞു, ഡ്രൈവർക്ക് പരിക്ക്. വാടാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം, നിരവധി വീടുകളിൽ വെള്ളം കയറി. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം വില്ലേജ് ഐക്കരപ്പറമ്പ് സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള അജിത്ത് എന്ന ആളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അജിത്ത് കൊടുങ്ങല്ലൂർ, മതിലകം, വലപ്പാട്, വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധികളിലായി സ്ത്രീയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ചതിൽ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക പ്രവർത്തി ചെയ്ത കേസിലും അടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ MBBS ഹോസ്റ്റലിൽ മുകളിൽ നിന്ന് ചാടി 1ാം വർഷ MBBS വിദ്യാർത്ഥിനി മരിച്ചു. കോട്ടയം സ്വദേശിനി 20 വയസ്സുള്ള സ്നേഹ പൗലോസാണ് മരിച്ചത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. രാവിലെ 10 മണിയോടെയാണ് വിദ്യാർത്ഥിനി താഴെ വീണു കിടക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കണ്ടത്. ഉടൻ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരമറിയിച്ച് വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നാണ് ചാടിയത്. കണ്ണടയും മൊബൈൽ ഫോണും ചെരുപ്പും ലിഫ്റ്റിന് സമീപം കണ്ടെത്തി. മരിച്ച വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ വിദേശത്താണ്. തൃശൂർ സിറ്റി ACP ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കയ്പമംഗലം 12 ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞു, ഡ്രൈവർക്ക് പരിക്ക്. രാവിലെ 8:30യോടെയാണ് സംഭവം. NH നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഡീസൽ വിതരണം ചെയ്യാനായി പോയിരുന്ന മിനി ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കു ഭാഗത്തു നിന്ന് എത്തിയ ടാങ്കർ 12 സെന്ററിന് സമീപത്തെ റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. അപകടത്തെ തുടർന്ന് ടാങ്കറിൽ ഉണ്ടായിരുന്ന ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകി. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് മറിഞ്ഞ ടാങ്കർ ഉയർത്തിമാറ്റി. വാടാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം, നിരവധി വീടുകളിൽ വെള്ളം കയറി. പൊക്കാഞ്ചേരി ഫസൽ നഗർ ബീച്ചുകളിൽ കടൽ ഇരമ്പി നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. സീവാൾ റോഡിന് മുകളിലൂടെയാണ് തിരയടിച്ച് വെള്ളം കയറുന്നത്. അടിയന്തിരമായി കരിങ്കല്ലടിച്ചില്ലെങ്കിൽ റോഡ് ഒലിച്ചുപോകുന്ന നിലയിലാണ്. തെങ്ങുകളും കടപുഴകി. വേലിയേറ്റ സമയത്താണ് വെള്ളം കയറുന്നത്. ഇനിയും കടലാക്രമണം ശക്തമായാൽ വീടുകൾ നിലംപൊത്തുന്ന അവസ്ഥയാണ്. കടലാക്രമണം രൂക്ഷമായതോടെ കടലോര നിവാസികൾ ഭീതിയിലാണ്. മിന്നൽ ചുഴലി തളിക്കുളം കൈതക്കലിലെ ബേക്കറിക്ക് നാശനഷ്ടം. ഞായറാഴ്ച വൈകിട്ട് ഏതാനും നിമിഷം നേരം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ബേക്കറിയുടെ ഗ്ലാസുകളും അലമാരകളും മറിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായി. കൈതക്കൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ബേക്കറിയിലാണ് നാശനഷ്ടമുണ്ടായത്. ജീവനക്കാരനായ മോഹനൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടയിലെ ഇലക്ട്രിക് ത്രാസ് ഉൾപ്പെടെ കാറ്റിൽ മറിഞ്ഞു വീണു. ഞായറാഴ്ചയായതിനാൽ മറ്റു കടകൾ മുടക്കമായതിനാൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടായില്ല. പെരിങ്ങോട്ടുകര കൾച്ചർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദനം 2026 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ കരസ്ഥമാക്കിയവരെയും MBBS, CA, PhD +2 പരീക്ഷയിൽ 1200 മാർക്ക് നേടിയ വിദ്യാർത്ഥിനെയും താനും പഞ്ചായത്തിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും LSS, USS, NMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് പെരിങ്ങോട്ടുകര എക്സ് സർവീസ്മെൻ ഹാളിൽ നടന്ന അഭിനന്ദനം 2026 ചടങ്ങിൽ അനുമോദിച്ചത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതിയ സ്വാമി ഭദ്രദീപം തെളിയിച്ചു.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ അഭിനന്ദനം 2026 അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ സമ്മാനദാനം നടത്തി. റിട്ടയർഡ് DDEO സാജൻ KH കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി, ഡോക്ടർ സായൻ കൊടപ്പുള്ളി, രക്ഷാധികാരി MP സജീവൻ, സാഹിത്യകാരൻ അഷ്റഫ് അമ്പയിൽ, റിജു കണക്കന്തറ, മറ്റു മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമസേവാ സമിതിയുടെ 49ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. തളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ നടന്ന യോഗം മുൻ വിദ്യാഭ്യാസ മന്ത്രിയും മണലൂർ MLA-യുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി കാണുന്നത് അങ്ങനെയാണ്. നമ്മളാണ് അങ്ങനെയല്ല ഈ ജാതി മതം മതക്കുറങ്ങ. രണ്ടാമത് വാരാംശം ചോദിക്കുന്ന കാര്യം ഇതാണ്. നോക്കൂ, ദാഹിക്കുമ്പോൾ എന്താ വേണ്ടേ? നേന്ത്രപ്പഴം. എന്താ വേണ്ടേ? വെള്ളം. വെരി ഗുഡ്, വെള്ളം. ജാതി മതം തിരിച്ചാണോ അത്? അല്ല. എല്ലാവർക്കും ദാഹിക്കുമ്പോൾ വെള്ളം വേണം. ഇതാണ് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞത്. ഒരു ചോദ്യം കൂടി കുമാരാശൻ ചോദിക്കുന്നു. അങ്ങനെ ദാഹിക്കുമ്പോൾ വെള്ളം വേണമെങ്കിൽ ആര് വെള്ളം തന്നാലാ ദാഹം മാറുക? കിട്ടോ? ആര് വെള്ളം തന്നാലും ദാഹം മാറും. വെള്ളം കിട്ടിയാൽ മതി. ഇതാണ് മതനിരപേക്ഷ. ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് KV രാഹുലൻ അധ്യക്ഷത വഹിച്ചു. KK സുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർ ബാബു VV, ധന്യജ, സുരേഷ്, അനിത PK, സുഷമ നിലകണ്ഠൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സന്ദീപ് MS സ്വാഗതം പറഞ്ഞ യോഗത്തിൽ KV പ്രസന്നൻ നന്ദി പറഞ്ഞു. തുടർന്ന് അംഗങ്ങളുടെ മക്കളിൽ SLC+2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും നടന്നു. താന്യം, ചാഴൂർ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരുടെ സംഘടനയായ പാഠശാലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. +2 SLC പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പുത്തൻപീടിയ വികാസ് ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. പാഠശാല വൈസ് പ്രസിഡന്റ് രമേശ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. പാഠശാല പ്രസിഡന്റ് KE സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ CL ജോബി, സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, ആൻഡോ തുറയും, സുരേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. പുത്തൻപീടിക വാളമുക്ക് യുവജനവേദി വായനശാലയുടെ CV സിദ്ധാർത്ഥൻ മാസ്റ്റർ സ്മാരക 7ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബിന്ദു ഘോഷ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി TM റോയ് പുരസ്കാരങ്ങൾ നൽകി. KTET 1ാം റാങ്ക് ജേതാവ് K അഞ്ജലി, വായനശാല സെക്രട്ടറി KK രാമകൃഷ്ണൻ, KV ഭക്തവത്സലൻ, AD അപ്പു, KR അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. സൈക്കോളജിയിൽ PhD കരസ്ഥമാക്കിയ TR അഭിരാമിയെയും SLC+2 പരീക്ഷകളിൽ മികച്ച വിജയികളെയും അനുമോദിച്ചു. കലാപരിപാടികളും നടന്നു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പഴുവിൽ ഫെറോന വികാരി ഫാദർ ജോബ് വടക്കൻ തിരുനാൾ കാർമ്മികനായി. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി, കൈക്കാരന്മാരായ പ്രതീഷ് ജോസ്, സിജോ C, J,
ഫെബി തോട്ടുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. പ്രിന്റ് ഹൗസ് പ്രസിദ്ധീകരിച്ച സമാഗമം കഥകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ഒരു കഥ പറയാം വാട്സാപ്പ് കൂട്ടായ്മയിലെ 62 കഥാകൃത്തുക്കളുടെ തെരഞ്ഞെടുത്ത കഥകൾ ഉൾക്കൊള്ളുന്ന സമാഹാരമാണ് സമാഗമം കഥകൾ. മതിലകം വ്യാപാര ഭവനിലാണ് ചടങ്ങിൽ കഥാകൃത്ത് VK രമേശ്, നോവലിസ്റ്റ് സുരേന്ദ്രൻ മാങ്ങാട് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. അജിത്രി പുസ്തക പരിചയം നടത്തി. ഉണ്ണി അഷ്ടമിച്ചിറ, EG വസന്തൻ, ബഷീർ തൃപ്പേക്കുളം, കനു, മൂസ വടക്കനോളി, ഫിറോസ് അബൂബക്കർ, ഐരൂർ സുബ്രഹ്മണ്യൻ, ഷിബു ജോബ്, KP പ്രദീപ് കുമാർ, സിദ്ദിഖ് അമ്പലപ്പുഴ, നസീർ മേത്തല, പ്രമോദ് പേരാമ്പ്ര, പ്രഭാ ദാമോദരൻ, AD അഭിശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം 2025 ഡിസംബറിൽ സമാഗമം കൂടിച്ചേരൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നടന്നു. പല ജില്ലകളിലും നമ്മുടെ കേരളത്തിന് വെളിയിലും പുറത്തുമുള്ള ഒട്ടേറെ പേർ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഒരു കഥ പറയുന്നത്. അത് ഒരു ഘട്ടത്തിൽ നല്ല സജീവമാകുകയും ഇടയ്ക്കൊക്കെ ഒന്ന് നിർജീവാവസ്ഥയിലേക്ക് പോവുകയും വീണ്ടും ഒരു ഉണർവിലേക്ക് വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥയെഴുത്തുകാരുടെ ഒരു ഗ്രൂപ്പാണ്. വളരെ സജീവമായി പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി, KK അബീദ് അലി, CK ഗിരിജ, ഷീജ ബാബു, TK രാജു, PH നിയാസ്, AS സിദ്ധാർത്ഥൻ, AP ജയൻ, MS മോഹനൻ, TN ഹനോയ് എന്നിവർ സംസാരിച്ചു. മതിലകം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊപ്രക്കുളം പഞ്ഞമ്പള്ളി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂരുകുഴി ആക്ഷൻ കൗൺസിൽ ജനമുന്നേറ്റ സംഗമം സംഘടിപ്പിച്ചു. കൊപ്രക്കുളം പഞ്ഞമ്പള്ളി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി കൂരിക്കുഴി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബാബുൽ ഉലൂം മദ്രസ ഓഡിറ്റോറിയത്തിൽ ജനമുന്നേറ്റ സംഗമം സംഘടിപ്പിച്ചു. കൂരിക്കുഴി പ്രദേശത്തിന്റെ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിനുമായി ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കൂരിക്കുഴി ആക്ഷൻ കൗൺസിൽ രാഷ്ട്രീയ, മത, സാമുദായിക, സാംസ്കാരിക നേതാക്കളുടെ കൂട്ടായ്മയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം നാടിന്റെ വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. കൊപ്രക്കുളം പഞ്ഞമ്പള്ളി റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനൊപ്പം കയ്പമംഗലം പഞ്ചായത്തിൽ നിന്ന് ബീച്ച് റോഡിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരവും വളവുകൾ കുറവുമുള്ള പ്രധാന പാതയായ ഈ റോഡിനെ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും ഇതിനായി ജനപ്രതിനിധികളുടെ ശ്രദ്ധ അടിയന്തരമായി ക്ഷണിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ KK അഫ്സൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VP ദിലീപ് കുമാർ, ഷാഹിർ പഴുമ്പറമ്പിൽ, ജിഷ ഉണ്ണികൃഷ്ണൻ, കോർഡിനേറ്റർ ES സതീശൻ, കൂരിക്കുഴി മഹൽ പ്രസിഡന്റ് സിറാജ് സഖാവി, കൂരിക്കുഴി ദേശക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, TK ഉബൈദു, PH ഷമീർ, PA അബ്ദുൽ സലാം, ജനറൽ കൺവീനർ NK സുരേഷ്, ട്രഷറർ ശാന്തൻ കോവിൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കൂരിക്കുഴിയിലെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളത്, ഈ ആക്ഷൻ കൗൺസിൽ എല്ലാ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനൊക്കെ അതീതമായി എന്നും നിലനിൽക്കുകയും നമ്മുടെ കൂരിക്കുഴിയിലെ ഇത്തരം പ്രതിസന്ധികൾ, അത് ചിലപ്പോൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം, ഉദ്യോഗ തലങ്ങളിലുള്ള പ്രതിസന്ധികൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിൽ ഒട്ടനവധി അത്തരത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ മറികടന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്കിതിനോട് ഈ ആക്ഷൻ കൗൺസിലിനോട് എനിക്ക് പറയാനുള്ളത്. മണ്ണമ്പേട്ട വട്ടനാത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. തലോരിൽ ഹോട്ടലിൽ നടന്ന പച്ചലിപ്പുറം സ്വദേശി വത്സല, മകൻ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിലാണ് തെങ്ങ് വാനിന് മുകളിൽ വീണത്.
തെങ്ങ് വീണ് വൈദ്യുതി തൂണും തകർന്നു. ഹോട്ടലിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം നടന്നത്. തെങ്ങ് വീണ് വാനിന് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പട്നാത്തറ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് തെങ്ങ് മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പേരാമംഗലം മനപ്പടിയിൽ വയോധികയുടെ മാല കവർന്ന വീട്ടുവേലക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിനി ലക്ഷ്മിയെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 പവന്റെ മാലയാണ് പ്രതി കവർന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മോഷണം നടന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി 9 മാസത്തിനു ശേഷമാണ് പോലീസിന്റെ പിടിയിലായത്. ഗുരുവായൂർ തൈക്കാട് ബൈക്കിടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. മകന്റെ ഓട്ടോറിക്ഷയിൽ തൈക്കാട് തിരുവിൽ വന്നിറങ്ങിയതായിരുന്നു. റോഡിന്റെ എതിർവശത്തുള്ള ഹോട്ടലിൽ ജോലിക്ക് പോകാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ റിമാൻഡ്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ MBBS ഹോസ്റ്റലിൽ മുകളിൽ നിന്ന് ചാടി 1ാം വർഷ MBBS വിദ്യാർത്ഥിനി മരിച്ചു. കയ്പമംഗലം 12 ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്ക്. വാടാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.